നമസ്കാരം. കുട്ടികളുടെ ശാസ്ത്രാഭിരുചികൾ മനസ്സിലാക്കാനും പ്രകടിപ്പിക്കാനുമുള്ള വേദികളാണ് ശാസ്ത്രമേളകൾ. കുട്ടികളുടെ നൂതനമായ ആശയങ്ങൾ മറ്റുള്ളവരുമായി സംവദിക്കുവാനും വ്യത്യസ്തമായ ആശയങ്ങൾ അംഗീകരിക്കുവാനും അവർക്ക് ഉന്നതമായ സമ്മാനങ്ങൾ നൽകി ആദരിക്കാനും സംസ്ഥാന ഗവൺമെൻറ് നടത്തുന്ന പ്രോഗ്രാമാണ് ശാസ്ത്രമേളകൾ. ശാസ്ത്രമേളകളിലെ പ്രധാനപ്പെട്ട ഒരിനമാണ് ഗണിതശാസ്ത്രമേള അല്ലെങ്കിൽ മാത്സ് ഫെയർ. നമുക്കറിയാം, സബ് ജില്ല, ജില്ല, സംസ്ഥാന, ദേശീയ തലത്തിലാണ് ഗണിതശാസ്ത്രമേളകൾ നടക്കുന്നത്. നമ്മുടെ സ്കൂൾ PPMHS കൊട്ടൂക്കര ഗണിതശാസ്ത്രമേളയിൽ സംസ്ഥാനത്ത് ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ഒരു സ്ഥാപനമാണ്. ഞങ്ങളിവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഗണിതശാസ്ത്രമേളയിലെ മത്സര ഇനങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തത് നമ്പർ ചാർട്ട്, 2 ജോമെട്രിക്കൽ ചാർട്ട്, മൂന്നാമത്തത് അതർ ചാർട്ട്, 4 സ്റ്റിൽ മോഡൽ, 5 വർക്കിംഗ് മോഡൽ, 6 പ്യൂർ കൺസ്ട്രക്ഷൻ, 7 അപ്ലൈഡ് കൺസ്ട്രക്ഷൻ, 8 പസിൽ, 9 ഗെയിം, സിംഗിൾ പ്രൊജക്റ്റ്, 11 ഗ്രൂപ്പ് പ്രൊജക്റ്റ്. ഇതിൽ 10ഉം 11ഉം എന്ന് പറഞ്ഞാൽ സിംഗിൾ പ്രൊജക്റ്റും ഗ്രൂപ്പ് പ്രൊജക്റ്റും അല്ലാത്ത എല്ലാ മത്സര ഇനങ്ങളും ഓൺ ദ സ്പോട്ട് മത്സരങ്ങളാണ്. എന്ന് പറഞ്ഞാൽ സ്കൂൾ ശാസ്ത്രമേളയുടെ അന്ന് 3 മണിക്കൂറിനുള്ളിൽ ചെയ്യേണ്ട പ്രോഗ്രാംസ് ആണ് 1 മുതൽ 9 വരെയുള്ള പ്രോഗ്രാംസ് മീൻസ് നമ്മുടെ മത്സര ഇനങ്ങൾ. അപ്പോൾ കുട്ടികൾ പരമാവധി 3 ചാർട്ട് വരെ ഉപയോഗിക്കാം 1 മുതൽ 9 വരെയുള്ള എല്ലാ പ്രോഗ്രാമിനും. ആദ്യത്തെ മത്സര ഇനമായ നമ്പർ ചാർട്ടിനെ പരിചയപ്പെടാം. സംഖ്യാ പാറ്റേണുകൾ, സംഖ്യാശ്രേണികൾ, വിവിധതരം ന്യൂമറലുകൾ, സംഖ്യകളുടെ പ്രത്യേകതകൾ മുതലായ വ്യക്തമാക്കുന്ന ചാർട്ടാണ് സംഖ്യാ ചാർട്ടുകൾ. അപ്പം സംഖ്യാ ചാർട്ടുകളുടെ കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് എങ്ങനെയാണ് ഇതിന്റെ മാർക്കിംഗ്, നിങ്ങൾക്ക് സബ് ജില്ല, സ്കൂൾ തലത്തിൽ ഇതിന്റെ മാർക്കിംഗ് എങ്ങനെയാണ് നോക്കാം. ആദ്യം നോളജ് ഓഫ് ദ കണ്ടന്റ് ആൻഡ് മാത്തമാറ്റിക്കൽ വാല്യൂന് 30% മാർക്കാണ്. റിലേഷൻഷിപ്പ് വിത്ത് ദ കരിക്കുലം 20% മാർക്കാണ്. മോഡ് ഓഫ് പ്രസന്റേഷൻ ആൻഡ് റൈറ്റ് അപ്പ് 25% മാർക്കാണ്. ബ്യൂട്ടി ആൻഡ് പെർഫെക്ഷൻ 15%. എക്സിബിഷൻ മീൻസ് പ്രൊജക്ട് ചെയ്യാം, അതിന് 10% മാർക്കാണ്. കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന് ഇതാണ്, ഇതൊരു കുട്ടി ഉണ്ടാക്കിയ ഒരു പെർഫെക്റ്റ് നമ്പേഴ്സിന്റെ നമ്പർ ചാർട്ടാണ്. പെർഫെക്റ്റ് നമ്പേഴ്സിന്റെ പ്രത്യേകതകൾ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു നമ്പർ ചാർട്ടാണ്. അടുത്തതാണ് ഗണിതശാസ്ത്ര മേളയിലെ ഏറ്റവും ആകർഷണീയമായ ജോമെട്രിക്കൽ ചാർട്ട്. ജാമിതീയ രൂപങ്ങളുടെ ഭംഗി വിളിച്ചോതുന്ന ഒരു മത്സര ഇനം കൂടിയാണ് ജോമെട്രിക്കൽ ചാർട്ട്. വിവിധ ജാമിതീയ രൂപങ്ങളെ കോർത്തിണക്കി ജാമിതിയുടെ സൗന്ദര്യം വെളിവാക്കുന്ന ചാർട്ടുകളാണ് ഈ വിഭാഗത്തിൽ പെടുന്നത്. ജോമെട്രിക് പാറ്റേണുകൾ, ലീനിയേഷൻ, ടെസലേഷൻ, സ്പൈറലിംഗ് മുതലായ സങ്കേതങ്ങൾ ഉപയോഗിച്ച് ഇവ തയ്യാറാക്കാവുന്നതാണ്. ചാർട്ടിന്റെ ഫലപ്രദമായ ഉപയോഗത്തിനും ഭംഗിക്കും പരിഗണന നൽകണം. അനുയോജ്യമായ രീതിയിൽ ചായം തേച്ച് നിങ്ങൾക്ക് മോടി പിടിപ്പിക്കാവുന്ന കളറൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിന്റെ മാർക്കിന്റെ പാറ്റേൺ ആണ് നമ്മുടെ കണ്ണുകളിലേക്കും കണ്ടാൽ മനസ്സിലാവും.
കുറച്ച് ജോമെട്രിക്കൽ ചാർട്ടിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു കുട്ടി പൂമ്പാറ്റ ഉണ്ടാക്കിയതാണ്. ജോമെട്രിക്കൽ ചാർട്ട് ഷേപ്സ്. ഇതൊരു ഫ്ലവർ ആണ്. ഇതൊരു കുട്ടി ഒരു നൃത്തകാരി അവതരിപ്പിച്ചതാണ് നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ ഷേപ്സ് കൊണ്ട്. അടുത്തത് അതർ ചാർട്ട്. നമ്പർ ചാർട്ടിലോ ജോമെട്രിക്കൽ ചാർട്ടിലോ കൃത്യമായി ഉൾപ്പെടുത്താൻ കഴിയാത്തവയാണ് അതർ ചാർട്ടുകൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നത്. ഗണിതശാസ്ത്ര ചരിത്രം, ഏതെങ്കിലും ഗണിതശാസ്ത്ര ആശയം, ഗണിതശാസ്ത്രജ്ഞരുടെ ചരിത്രവും സംഭാവനകളും, ഗ്രാഫുകൾ, ഗണിതസംബന്ധിയായ രചനകൾ തുടങ്ങി ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഒരു ചരിത്രാന്വേഷണം എന്നതിലുപരിയായി ഗണിത ആശയങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്. ഗണിതശാസ്ത്രജ്ഞരുടെ ചിത്രം ഉൾപ്പെടുത്തേണ്ടതില്ല. അപ്പോൾ അതിന്റെ മാർക്കിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കുറച്ച് ഗണിത അതർ ചാർട്ട്സിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ ഉള്ളത്. അടുത്തതാണ് സ്റ്റിൽ മോഡൽ. ഏതെങ്കിലും ഒരു ഗണിതശാസ്ത്ര ആശയത്തെ മുൻനിർത്തി വിവിധ ജ്യാമിതീയ രൂപങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു ത്രിമാന മാതൃക 3D മാതൃക നിർമ്മിച്ച് മോഡൽ പരമാവധി 2 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് ഒതുക്കണം. പ്രകൃതിക്ക് അനുയോജ്യമായ ഇക്കോ ഫ്രണ്ട്ലി പദാർത്ഥങ്ങളാണ് നിർമ്മാണത്തിന് ഉപയോഗിക്കേണ്ടത്. പരമാവധി 2 മീറ്റർ ഉയരം വരെ ഇതിന് പാടുള്ളൂ. പിന്നെ മാർക്കിംഗ് പാറ്റേൺ ആണ് ഇത് കാണിക്കുന്നത്. കുറച്ച് കുട്ടികൾ ഉണ്ടാക്കിയ പാറ്റേൺസിന്റെ മോഡലാണ്, സ്റ്റിൽ മോഡൽസിന്റെ മോഡലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് വർക്കിംഗ് മോഡലാണ്. ഗണിതശാസ്ത്ര ആശയങ്ങൾ പ്രവൃത്തിയിലൂടെ അവതരിപ്പിക്കുവാനോ വിശദീകരിക്കുവാനോ തെളിയിക്കുവാനോ സാധിക്കുന്ന തരത്തിലുള്ള ഒരു മാതൃക ഈ ഇനത്തിൽ നിർമ്മിക്കാം. മോഡൽ പരമാവധി 2 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് ഒതുക്കാവണം. ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായി പാലിക്കേണ്ടതാണ്. പരിസ്ഥിതിക്ക് അനുയോജ്യമായ പദാർത്ഥങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്. പരമാവധി 2 മീറ്റർ ഉയരം ഇതിന് ഉണ്ടാകാവൂ. മാർക്കിന്റെ പാറ്റേൺ ആണ്. ഇതൊരു കുട്ടി ഉണ്ടാക്കിയ ഒരു വർക്കിംഗ് മോഡലാണ്. അടുത്തത് പ്യൂർ കൺസ്ട്രക്ഷൻ. പെൻസിലുകളും റൂളറുകളും മാത്രം ഉപയോഗിച്ച് വരക്കുന്ന കൺസ്ട്രക്ഷൻസ് ആണ്. റൂളർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സ്കെയിൽ അല്ല, മീൻസ് മാർക്ക് ചെയ്യപ്പെടുത്ത സ്കെയിലിനാണ് നമ്മൾ റൂളർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ സ്കെയിൽ ഉണ്ടാകുന്ന പോലെ 1, 2, 3 മാർക്കിനുള്ള സ്കെയിലിംഗ് അത് ഉപയോഗിക്കാൻ പറ്റില്ല. മാർക്കിംഗ് ഇല്ലാത്ത സ്കെയിൽ വേണം, അല്ലെങ്കിൽ റൂളർ വേണം ഉപയോഗിക്കാൻ. റൂളർ, കോമ്പസ് എന്നിവ മാത്രം ഉപയോഗിച്ചുള്ള നിർമ്മിതിയാണ് പ്യൂർ കൺസ്ട്രക്ഷൻസ്. നിർമ്മാണ പ്രക്രിയയിൽ നിർമ്മിതിയുടെ അടിസ്ഥാന ഘടകങ്ങളായ സൂക്ഷ്മത, കൃത്യത ഇവയ്ക്ക് പരിഗണന നൽകണം. ചാർട്ടിന്റെ വലിപ്പത്തിലായിരിക്കണം നിർമ്മിതികൾ. പെൻസിൽ ഉപയോഗിച്ചാണ് വരയ്ക്കേണ്ടത്. നിറം നൽകാൻ പാടില്ല. 3 ചാർട്ടുകൾ വരെ ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ മാർക്കിന്റെ സ്ട്രക്ചറാണ്. കുറച്ച് കുട്ടികൾ വരച്ച പ്യൂർ കൺസ്ട്രക്ഷൻ എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അടിയിൽ എഴുതിയത് ആ തിയറീസ് ആണ്, അത് വരക്കാൻ ഉപയോഗിച്ച തിയറീസ്.
അടുത്തത് അപ്ലൈഡ് കൺസ്ട്രക്ഷൻ. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന് ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. 3 ചാർട്ടുകൾ വരെ ഉപയോഗിക്കാവുന്നതാണ്. മോഡലുകൾ പരിഗണിക്കേണ്ടതേ ഇല്ല. നിറം നൽകാൻ പാടുള്ളതല്ല. ഗണിതാശയങ്ങളുടെ പ്രായോഗികതയിലൂന്നി ചാർട്ടിന്റെ വലുപ്പത്തിലായിരിക്കണം നിർമ്മിതി. മാർക്കിംഗ് സ്ട്രക്ചർ കുറച്ച് കുട്ടികൾ ഉണ്ടാക്കിയ അപ്ലൈഡ് കൺസ്ട്രക്ഷൻസ് ആണ്. അടുത്തത് ഏറ്റവും രസകരമായ ഗെയിം ആണ്. 2 അതിലധികമോ പേർക്ക് ഒരേ സമയം കളിക്കാവുന്നതും ഗണിതശാസ്ത്ര മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമായിരിക്കണം. കളിക്കളവും കരിക്കുളം അനിവാര്യമാണ്. കളിക്കൊരു നിയമം ഉണ്ടായിരിക്കണം. കളിയുടെ അവസാനം ഫലത്തെ സംബന്ധിച്ച് തീരുമാനമുണ്ടാകണം. ഈ ഇനത്തിൽ ഒരു ഗെയിം മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. അതിന്റെ മാർക്ക് സ്ട്രക്ചർ ഇത് കുറച്ച് കുട്ടികൾ ഉണ്ടാക്കിയ ഗെയിംസ് ആണ്. അവസാനത്തേത് പസിൽ. പസിൽ എന്ന് പറഞ്ഞാൽ കുഴക്കുന്ന ചോദ്യങ്ങൾ എന്നാണ് ഇതിന്റെ മീനിങ്. കൗതുകമുണർത്തുന്നതും ഗണിതശാസ്ത്ര ആശയങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളതുമായ ചോദ്യങ്ങൾ ഈ ഇനത്തിൽപ്പെടും. ഒരെണ്ണം മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. ഇതൊരു കുട്ടി ഉണ്ടാക്കിയ പസിലാണ്. അടുത്തത് സിംഗിൾ പ്രൊജക്റ്റ്. വിഷയം ഗണിതശാസ്ത്രപരമായിരിക്കണം. സാമൂഹ്യ വിഷയങ്ങളിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് നടത്തുന്ന പഠനം ഗണിത പ്രൊജക്റ്റ് അല്ല. പ്രൊജക്റ്റ് റിപ്പോർട്ട് കൈയെഴുത്ത് പ്രതിയായിരിക്കണം. റിപ്പോർട്ട് A4 പേപ്പറിൽ ഒരു പുറം മാത്രം എഴുതി ബൈൻഡ് ചെയ്യണം. കവറിന് പുറത്തും 1-ാം പേജിലും വിഷയം എഴുതുക. പേജ് 2-ൽ സംഗ്രഹം അവസാനം റെഫറൻസും കാണിക്കണം. പ്രൊജക്റ്റ് അവതരിപ്പിക്കണം. അവതരണത്തിന് പരമാവധി 10 മിനിറ്റ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അവതരണത്തെ സഹായിക്കാൻ പരമാവധി 5 ചാർട്ടുകളും 5 മോഡലുകളും ഉപയോഗിക്കാം. പ്രൊജക്റ്റ് റിപ്പോർട്ടിന്റെ 3 ഫോട്ടോ കോപ്പി നൽകേണ്ടതാണ്. ഇതിനു പുറമെ ICT സങ്കേതങ്ങളും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ സിംഗിൾ പ്രൊജക്റ്റ് ഒരാൾ മാത്രം അവതരിപ്പിക്കുന്ന പ്രൊജക്റ്റുകളാണ്. ഓൺ ദി സ്പോട്ട് അല്ല, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരാവുന്നതാണ്. എൻ്റെ മാർക്ക് സ്ട്രക്ചർ ആണിത്. അടുത്ത ഗ്രൂപ്പ് പ്രൊജക്റ്റ്. 2 പേർ ചേർന്ന് അവതരിപ്പിക്കുന്ന പ്രൊജക്റ്റ് ആണ് ഗ്രൂപ്പ് പ്രൊജക്റ്റ്. 2 പേര് സിംഗിൾ പ്രൊജക്റ്റിന് അതേ നിയമാവലികൾ തന്നെയാണ്, പക്ഷെ 2 പേര് പങ്കെടുക്കാം.